കൂത്തുപറമ്പിനടുത്ത് മെരുവമ്പായി കൂർബക്കാവിൽ കവർച്ച. 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 50,000-ഓളം രൂപ കവർന്നതായി പരാതി. കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 3-അംഗ സംഘം കവർച്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഗ്രാമിക ന്യൂസിന് ലഭിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് കവർച്ച നടന്നത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. കാവിന്റെ തിരുമുറ്റത്തും കഴകപ്പുരയുടെ മുന്നിലും കാവിന് സമീപത്തെ വയലിലുമുള്ള 3 ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം കവർന്നത്. 50,000-ഓളം രൂപ കവർന്നതായി കാവിന്റെ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച 12:39 ഈ ഭണ്ഡാരം മോഷണം കാണുന്നത്. വയലിലെത്തിയവരാണ് ആ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പൂട്ടെല്ലാം കരിപിടിച്ചിട്ടാണ് കാണുന്നത്. എന്തോ കട്ട് ചെയ്ത് അത് ചൂട് ആക്കിയിട്ട് എന്നിട്ട് പൊട്ടിച്ച് എടുക്കുകയായിട്ടുള്ളൂ. 3 ഭണ്ഡാരങ്ങളാണ് ശനിയാഴ്ച. ഒരു 50,000-ന്റെ മുകളിൽ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് നമ്മൾ വിഷു സംക്രമണത്തിൻ്റെ മുന്നിലാണ് തുറന്നത്. ഇത് 3-ാം തവണയാണ് ഇങ്ങനെ മോഷണം ഭണ്ഡാരം പോകുന്നത്. കേസിൽ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾ ഉപയോഗിച്ചതെന്ന് കരുതുന്ന സ്കൂട്ടർ തൊക്കിലങ്ങാടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഈ സ്കൂട്ടറും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം ക്ഷേത്രത്തിൽ ഇത് 3-ാം തവണയാണ് കവർച്ച നടക്കുന്നത്. നേരത്തെ 2 തവണയും പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്തിയിരുന്നില്ല. നേരത്തെ ആദ്യത്തെ ഒരു തവണ നമ്മൾ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. പിന്നീട് അതിനൊരു പരിഹാരമൊന്നും കാണാതെ വന്നു. അന്നേരം ക്യാമറയൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് രണ്ടാമത്തേലും ഇങ്ങനെയുള്ള സംഭവം ആവർത്തിച്ചവരാണ് ക്യാമറ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ 2 തവണയും പോയതിൻ്റെ ശേഷം ഇപ്പോഴാണ് 3-ാം തവണയാണ് ഇപ്പം ക്യാമറ സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ 3 ആളുകൾ സ്കൂട്ടറിൽ, അത് മുന്നിൽ കൂടിയല്ല ബാക്ക് വശത്തെ കൂടി കയറിയിട്ടാണ് വന്നിട്ടുണ്ടാകാൻ സാധ്യത. അത് മുന്നിലാണെങ്കിൽ അവരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ക്യാമറയിൽ ടോർച്ചിൻ്റെ പവർ കൊണ്ട് ക്യാമറയിലും കൃത്യമായിട്ട് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. 3 പേരുണ്ട് എന്നുള്ള അതിൽ കാണുന്നു. രണ്ടാമത് കവർച്ച നടന്നതിന് പിന്നാലെയാണ് കാവിൽ CCTV ക്യാമറ സ്ഥാപിച്ചത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.